തിയേറ്ററുകളിൽ ഹിറ്റായി മാറിയ 10 ചിത്രങ്ങളാണ് ഈ ആഴ്ച OTTയിലേക്ക് വരുന്നത്. അതിൽ ആദ്യ സിനിമ സൂക്ഷ്മദർശിനിയാണ്. ബേസിൽ ജോസഫ്, നസ്രിയ നസീം എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി MC സംവിധാനം ചെയ്ത ചിത്രമാണ് സൂക്ഷ്മദർശിനി. നവംബർ 22-ന് തിയേറ്ററുകളിൽ എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായി മാറിയിരുന്നു. 50 കോടി രൂപയാണ് കളക്ഷൻ നേടിയിരുന്നത്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെയാണ് സൂക്ഷ്മദർശിനി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അടുത്ത ചിത്രം മുറയാണ്. കപ്പട എന്ന ചിത്രത്തിന് ശേഷം മുഹമ്മദ് മുസ്തഫ സംവിധാനം ചെയ്ത ചിത്രമാണ് മുറ. ഋതു ഹറൂണും സുരാജ് വെഞ്ഞാറമൂടും മാലാ പാർവതിയും കേന്ദ്ര കഥാപാത്രങ്ങളായെത്തിയ ചിത്രം ആക്ഷൻ ഡ്രാമ വിഭാഗത്തിലാണ് ഒരുക്കിയത്. നവംബർ 8-ന് തിയേറ്ററിലെത്തിയ ചിത്രം മികച്ച നിരൂപക പ്രശംസ നേടിയിരുന്നു. ഇപ്പോഴത്തെ ചിത്രം OTTയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. ആമസോൺ പ്രൈം വീഡിയോയിലാണ് ചിത്രം ലഭ്യമാവുക. അടുത്ത ചിത്രം മിസ് യു ആണ്. സിദ്ധാർത്ഥ് നായകനായി എത്തിയ ഏറ്റവും പുതിയ ചിത്രമാണ് മിസ് യു. അല്ലു അർജുൻ ചിത്രം പുഷ്പ 2 റിലീസിന് അടുത്ത് തന്നെ തിയേറ്ററുകളിലെത്തിയ സിനിമ സാമ്പത്തികമായി പരാജയമായിരുന്നു. റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽ കഥ പറയുന്ന സിനിമയാണ് ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ചിത്രം തമിഴിലും തെലുങ്കിലും ലഭ്യമാണ്. അടുത്ത ചിത്രം പണിയാണ്. മലയാളികളുടെ പ്രിയ നടൻ ജോജു ജോർജ് ആദ്യമായി രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രമാണ് പണി. ഒരു മാസ് ത്രില്ലർ റിവഞ്ച് ജോണറിൽ ഒരുക്കിയ സിനിമ തിയേറ്ററുകളിൽ ഹിറ്റായിരുന്നു. ഒക്ടോബർ 24-ന് തിയേറ്ററുകളിൽ എത്തിയ ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. ചിത്രത്തിന്റെ OTT റിലീസിനുള്ള കാത്തിരിപ്പിലായിരുന്നു സിനിമാ പ്രേമികൾ. ഇപ്പോൾ ഇതാ കാത്തിരിപ്പിന് വിരാമിട്ടുകൊണ്ട് ചിത്രത്തിന്റെ OTT റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജനുവരി 16 മുതൽ സോണി ലിവിലൂടെയാണ് പണി സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അടുത്ത സിനിമ സ്വർഗവാസൽ. RJ ബാലാജിയെ നായകനാക്കി നവാഗതനായ സിദ്ധാർത്ഥ് വിശ്വനാഥ് നിർവഹിച്ച ചിത്രമാണ് സ്വർഗവാസൽ. ഷറഫുദ്ദീൻ, ഹക്കിം ഷാ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായെത്തിയ ചിത്രം ഇപ്പോൾ OTT സ്ട്രീമിംഗ് ആരംഭിച്ചു. നവംബർ 29-ന് തിയേറ്ററിലെത്തിയ ചിത്രം ഒരു മാസം പിന്നീട് മുൻപാണ് OTTയിലെത്തിയത്. പാരഞ്ജിത്തിന്റെ അസിസ്റ്റന്റ് ആയിരുന്ന സിദ്ധാർത്ഥ് വിശ്വനാഥിന്റെ സ്വതന്ത്ര സംവിധാന സംരംഭമാണ് സ്വർഗവാസൽ. നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അടുത്ത സിനിമ ദി സബർമതി റിപ്പോർട്ട്. വിക്രാന്ത് മാസ്റ്റർ നായകനായ സബർമതി റിപ്പോർട്ട് OTTയിലെത്തി. 2002-ലെ ഗോദ്ര ട്രെയിൻ കത്തിക്കലിനെ ആസ്പദമാക്കിയുള്ളതാണ് ചിത്രം. സബർമതി എക്സ്പ്രസ് തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണത്തെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകന്റെ അന്വേഷണമാണ് ചിത്രത്തിന്റെ പ്രമേയം. ധീരജ് സർണ സംവിധാനം ചെയ്ത ചിത്രത്തിൽ റാഷി ഖന്ന, റിദ്ധി എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. പത്രപ്രവർത്തകനായ സമർ കുമാർ എന്ന കഥാപാത്രത്തെയാണ് വിക്രാന്ത് അവതരിപ്പിച്ചത്. അമൃത ഗില്ലായി റാഷിയും മണിക രാജ് പുരോഹിതിയായി റിദ്ധിയും അഭിനയിച്ചു. T5-ലാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അടുത്ത സിനിമ ബ്ലാക്ക് വാറന്റ്. തീഹാർ ജയിലിന്റെ ദുഷ്കരമായ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്ന പുതുതായി സ്ഥലം മാറിയെത്തിയ ഒരു സൂപ്രണ്ടിന്റെ കഥയാണ് ഈ ഗ്രിപ്പിംഗ് സീരീസ് പറയുന്നത്. സുനിൽ ഗുപ്തയുടെയും സുനേത്ര ചൗധരിയുടെയും 2019-ലെ ബ്ലാക്ക് വാറന്റ് കൺഫെഷൻസ് ഓഫ് എ തീഹാർ ജയിൽ എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കി ഒരുക്കിയ സീരീസാണിത്. സഹാൻ കപൂർ, പരംവീർ സിംഗ് ചീമ, അനുരാഗ് ഠാക്കൂർ, സിദ്ധാർത്ഥ് എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. ബ്ലാക്ക് വാറന്റ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത്. അടുത്ത സിനിമ കനകരാജ്യം. അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ വിനായക അജിത് നിർമ്മിച്ച് സാഗർ തിരക്കഥയിൽ സംവിധാനം ചെയ്യുന്ന കനകരാജ്യം എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം കൊട്ടാരക്കര, കുണ്ട്ര, കൊല്ലം ഭാഗങ്ങളിലായി പൂർത്തിയാക്കിയിരുന്നു. ഇന്ദ്രൻസ്, മുരളീഗോപി എന്നിവരാണ് മുഖ്യവേഷങ്ങൾ അവതരിപ്പിച്ചിരുന്നത്. ആലപ്പുഴ കുറച്ചുനാൾ മുമ്പ് നടന്ന 2 യഥാർത്ഥ സംഭവങ്ങളെ ഏകോപിപ്പിച്ച് തികച്ചും റിയലിസ്റ്റിക് ആയാണ് ചിത്രം അവതരിപ്പിച്ചിരിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോയിലാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത്. അടുത്ത സിനിമ കഥ ഇന്നുവരെ. മധ്യവയസ്സിലെ പ്രണയവും വിവാഹവും പ്രമേയമാക്കിയ മലയാള ചിത്രം കഥ ഇന്നുവരെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചു. ആമസോൺ പ്രൈം, സിംപ്ലി സൗത്ത്, മനോരമ മാക്സ് എന്നീ പ്ലാറ്റ്ഫോമുകളിൽ ചിത്രം കാണാം. വിഷ്ണുമോഹൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ബിജു മേനോൻ, മേതിൽ ദേവിക എന്നിവരാണ് നായികമാരെ അവതരിപ്പിച്ചത്. ആദ്യമായാണ് നർത്തകിയായ മേതിൽ ദേവിക ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. അവസാനമായി പല്ലോട്ടി 19 കിഡ്സ്. നവാഗതനായ ജിതിൻ രാജ് സംവിധാനം ചെയ്ത ഏറെ നിരൂപക പ്രശംസ പിടിച്ചുപറ്റിയ പല്ലോട്ടി 19 കിഡ്സ് OTT റിലീസ് ആരംഭിച്ചു. മികച്ച കുട്ടികളുടെ ചിത്രം ഉൾപ്പെടെ 3 സംസ്ഥാന പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ചിത്രമാണിത്. മാസ്റ്റർ ഡാവിഞ്ചി സന്തോഷ്, മാസ്റ്റർ നീരജ് കൃഷ്ണ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ എത്തുന്ന ചിത്രത്തിൽ മലയാളത്തിലെ പ്രിയതാരങ്ങളായ അർജുൻ അശോകൻ, ബാലു വർഗീസ് എന്നിവരും ശ്രദ്ധേയ വേഷങ്ങളിൽ എത്തിയിട്ടുണ്ട്. 14ാമത് JC ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരവും ചിത്രം നേടിയിരുന്നു. ചിത്രം മനോരമ മാക്സിലാണ് സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത്.